ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുത്തനൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ കുറേ നാളായിട്ട് കാത്തിരുന്നൊരു കാര്യം ഇന്ന് നടക്കാൻ പോവാണ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മൾ ഇന്നൊരു 2 ചെയ്സൊക്കെ എടുക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്നാണ് ഡെലിവറി ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. എന്തായാലും നമ്മൾ ഇന്ന് നേരെ ചെയ്സിങ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അശോക് ലെയ്ലാൻഡ് വൈക്കിങ് 12 മീറ്റർ ചെയ്സാണ് എടുത്തേക്കുന്നത്. 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഷോറൂമിൽ നിന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഗ്യാരേജിൽ നമ്മുടെ സിനിസ്റ്ററിൻ്റെ ഡ്രൈവറുണ്ട്. ഓക്കെ, അപ്പം പുള്ളിക്കാരൻ പ്രകാശിലേക്ക് കൊണ്ടുപോകും ഇവനെ. അപ്പം നമ്മുടെ വണ്ടി നമ്മുടെ ബാബുവണ്ണൻ ഓടിച്ചുകൊണ്ട് വരികയാണ്, നമ്മുടെ മറ്റേ ചെയ്സ്. ഓക്കെ, അപ്പം മറ്റേ ചെയ്സസ് ആണെങ്കിൽ നമ്മുടെ ബാബുവണ്ണൻ ഓടിച്ചുകൊണ്ട് വരുവാണ്. ഓക്കെ, പുള്ളി ഓടിച്ചുകൊണ്ട് വന്നിട്ട് നേരെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് നമ്മളാണ് പ്രകാശിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ നെയിമും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല കിഡിലുമായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, കാർ ലൈൻ. ഓക്കെ, അപ്പോൾ അതെ അശോക് ലെയ്ലാൻഡ് വൈക്കിങ് ചെയ്സാണിത്. അതിൻ്റെ ഇടയ്ക്കൂടെ നോക്കി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ആനയൊക്കെ കൊണ്ടുവരുന്ന പോലെ നമ്മൾ നല്ല നെറ്റിപ്പട്ടവും അതുപോലെ കുറച്ച് പൂമാലയും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം. നമുക്ക് ഇവിടെ സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇതേ 12 മീറ്റർ ചെയ്സാണ്. ബാക്കിലെ എയർ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, കിണ്ണമാണ്. ഫ്രണ്ടിൽ നോർമലാണ്, ബാക്കിലെ എയർ സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ കുറേ ജാക്കിയും അതുപോലുള്ള കുറേ നമ്മുടെ ടൂൾസും കാര്യങ്ങളൊക്കെയാണ് ആ ബാക്കിലെ ആ ബോക്സിൽ വന്നേക്കുന്നത്, ആ ബ്ലൂ കളറിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ആഡ്ബൂട്ട് ടാങ്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 24 ലിറ്ററാണ് നമ്മുടെ ആഡ്ബൂട്ട് ടാങ്കിൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മുടെ 350 ലിറ്റർ ഡീസൽ ടാങ്കും അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആക്സിലേറ്ററും ബ്രേക്കും ക്ലച്ചും ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കീയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്സിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ഷെഡിലോട്ട് കൊണ്ടുപോകാം. മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല അടിപൊളി ഒരു ക്യാബിനാണ് ഇത്. നമ്മുടെ LED ക്ലസ്റ്ററൊക്കെയാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ വണ്ടി നമുക്ക് ഷെഡിലോട്ട് കൊണ്ടുപോകാം. നമ്മുടെ BS6 സ്റ്റിയറിങ്ങും പക്ക കൺട്രോളും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ കൊച്ചിയിലെ ലെയ്ലാൻഡ് ഷോറൂമിൽ നിന്ന് ഇപ്പോൾ എടുത്തുകൊണ്ട് വരുവാണ്. ഓക്കെ, നമ്മുടെ മറ്റേ ചെയ്സും അത് തന്നെയാണ്. നമ്മുടെ 12 മീറ്ററാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഓൾറെഡി 210 വീൽ ബേസിൻ്റെ വണ്ടി ഉണ്ട്. നമ്മുടെ സിനിസ്റ്ററും അതുപോലെ മാസ്കി ബോയും അവന്മാരൊക്കെ 210-ൻ്റെയാണ്. അപ്പോൾ നമ്മുടെ 12-ൻ്റെ ഒരു സാധനമാണ് 2 എണ്ണം നമ്മൾ പുത്തനെടുത്ത ചെയ്സ്. ഓക്കെ, നമ്മുടെ 12 മീറ്ററിൻ്റെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കെട്ടാനായിട്ട് പോകുന്നത് അസ്ത്ര, ഒന്ന് സെഡ് അസ്ത്രയും ഒന്ന് സെഡോണുമാണ്. ഓക്കെ, അതായത് ഒന്ന് സെഡ് അസ്ത്രയും ഒന്ന് സെഡോണ്. അപ്പം രണ്ടും AITP വണ്ടികളാക്കാനാണ് പ്ലാൻ. അതിനുവേണ്ടിയാണ് നമ്മൾ മാസ്കി ബോയുടെ സ്റ്റിക്കർ മൊത്തം പറിച്ച് കളഞ്ഞത്. ഓക്കെ, അത് നമ്മുടെ ഷെഡിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇട്ട് റിവ്യൂ ചെയ്യാം. ഓക്കെ, എന്തായാലും ഇവനെ നമ്മുടെ സിനിസ്റ്ററിൻ്റെ ഡ്രൈവർ പുള്ളി ഇപ്പോൾ വരും. അപ്പോൾ എന്നിട്ട് അവൻ ഇവനെ നേരെ നമ്മുടെ പ്രകാശിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് നമ്മൾ മറ്റവനും വരും, അവനെ നമുക്ക് റിവ്യൂ ചെയ്യാം. അവനെ ഇതുപോലെ വലുതായിട്ട് അലങ്കരിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ആ നമ്മുടെ ഷോറൂമിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ ഒരു റിബണും കാര്യങ്ങളൊക്കെ കെട്ടി സെറ്റാക്കി കിട്ടത്തില്ല, അങ്ങനെ ആ ഒരു റിബണും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ ഇതുപോലെ അവനെ അലങ്കരിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, വേറെ പ്രത്യേകിച്ച് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വേറെ ഒരു എയർ കൂളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മുടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ സൈഡിൽ വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സ്റ്റെപ്പിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയർ സസ്പെൻഷൻ. ഓക്കെ, അതൊക്കെ ഉള്ളൂ. ഓക്കെ, നമ്മുടെ 12 മീറ്ററാണ്, കാണുമ്പോൾ തന്നെ അറിയാം, നല്ല വൈഡായിട്ട് നല്ല വലിയ ചെയ്സാണ്. ബാക്കിൽ നമ്മുടെ വണ്ടിയുടെ പേരും കാര്യങ്ങളൊക്കെ നമ്മുടെ റോഡ് ലൈൻസിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, കാർ ലൈൻ. ഓക്കെ, പിന്നെ നമ്മുടെ ടെയിൽ ലാമ്പ് ഒക്കെ ബാക്കിലായിട്ട് കാണാം. പിന്നെ ഇവിടെ നമ്പർ പ്ലേറ്റ്, നമ്മൾ നമ്പരൊന്നും അടിച്ചിട്ടില്ല സൈഡിലായിട്ട്. ഓക്കെ, ഇനി മറ്റവനൂടെ വരാനായിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇവൻ ഈ ഒരു ചെയ്സ് പ്രകാശിലോട്ട് പോവുകയാണ്. നമ്മൾ എഡിഷൻ നെയിം ഒക്കെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ പറയുന്നില്ല. ഓക്കെ, നമ്മുടെ പ്രകാശ്, നമ്മുടെ സിനിസ്റ്ററിൻ്റെ ഡ്രൈവർ വന്ന് ചെക്കനെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഓക്കെ, എന്തായാലും അവൻ അങ്ങ് പോയി. ഇനി നമുക്ക് മറ്റേ ചെയ്സ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ മറ്റേ ചെയ്സും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അവൻ നമ്മുടെ ഷെഡിലോട്ട് കയറിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. കണ്ടില്ല, അവൻ്റെ ഫ്രണ്ടിലൊരു റിബണും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, ബാക്കിൽ ആ ബ്ലൂ ബോക്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാം. ഓക്കെ,
നമ്മുടെ വണ്ടിയുടെ പണി സാധനങ്ങളൊക്കെയാണ്. ഓക്കെ നമ്മുടെ ഷെഡിലോട്ട് വണ്ടി കയറിയിട്ടുണ്ട്. എന്തായാലും ആക്ച്വലി ഇതൊരു വർക്ക്ഷോപ്പാണ്. ഓക്കെ അങ്ങനെ നമ്മൾ ഇവനെയും കൂടെ ജസ്റ്റ് വെളിയിലോട്ടൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നേരെ പ്രകാശിലേക്ക് കൊണ്ടുപോവാണ്, അതിനായിട്ടാണ്. അപ്പം ഞാനാണ് ഇപ്പോൾ പ്രകാശിലോട്ട് കൊണ്ടുപോകുന്നത് ഇവനെ. വലിയ മാറ്റമൊന്നുമില്ല, നമ്മുടെ മറ്റേ ചേസ് പോലെ തന്നെയാണ്. നമ്മൾ 12 മീറ്ററാണ്, വൈക്കിംഗ് ചേസ് തന്നെയാണ്, ചീറ്റ ഒന്നുമല്ല, വൈക്കിംഗ് തന്നെയാണ്. എന്തായാലും നമുക്കിവനെ പ്രകാശിലോട്ട് കൊണ്ടുപോകാം. ഇവനെ നമ്മളാണ് കൊണ്ടുപോകുന്നത്, മറ്റേ നമ്മുടെ സിനിസ്റ്ററിൻ്റെ ഡ്രൈവറാണ്. ഇവിടെ നമ്മുടെ നെറ്റിപ്പട്ടം ഒന്നും വെച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ഇവനെയും കൂടെ എടുത്തുകൊണ്ട് അങ്ങ് പോയേക്കാം. ഇവനും എയർ സസ്പെൻഷനും ഒക്കെയാണ്, എല്ലാം മറ്റേ വണ്ടി പോലെ എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ സീറ്റ് കുറച്ച് താത്ത് വെച്ചേക്കുവാണ്, നമുക്ക് ഇരിക്കാനുള്ള കംഫർട്ട് കിട്ടാനായിട്ടാണ്. പിന്നെ നമ്മൾ ഭാരത് ബെൻസിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ കയറ്റുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡൽ. നമ്മളെ അങ്ങനെ ഗട്ടറും കാര്യങ്ങളൊക്കെ ചാടുമ്പോൾ എന്താണ് നല്ലൊരിതാണ്, കംഫർട്ടാണ് നമുക്ക് ഇരിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല പവർ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്താണ്. അപ്പം നമുക്ക് എന്തായാലും ഇവനെ പ്രകാശിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമ്മളത് കാണിക്കുന്നില്ല, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് ദൂരം പോകുന്നതായിട്ടേ ഉള്ളൂ. കാരണം കുറേ ദൂരമാണ്, ബാംഗ്ലൂർ വരെ. പറ്റുവാണെങ്കിൽ നമ്മൾ പാർട്ട് 2 ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പം നമ്മുടെ മറ്റേ ചേസ് ബാംഗ്ലൂർ എത്തിക്കാണ്, ചുമ്മാ പറഞ്ഞാണ് ഗൈസ്. അവൻ അധികം അവിടെ ഒന്നും എത്താറായില്ല. പിന്നെ ഈ ട്രാഫിക് ബ്ലോക്കിലൊക്കെ ഭയങ്കര ടഫാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു, ട്രാഫിക്കൊന്നും ഇല്ല, നമ്മുടെ ചാവി കിടന്ന് ആടുന്നുണ്ട്. നമുക്ക് ഇച്ചിരി അകത്തി നിർത്താം, കാരണം നമ്മുടെ പുത്തൻ ചേസല്ലേ, വല്ല ഇടിച്ചാൽ പണി കിട്ടും. അങ്ങനെ സിഗ്നലും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എന്തായാലും നമുക്കിതുവഴി വണ്ടി അങ്ങ് എടുത്തുകൊണ്ട് പോയേക്കാം. നമ്മുടെ ഫ്രണ്ടിലായിട്ടൊരു പ്രൈവറ്റ് ബസ്സൊക്കെ കിടക്കുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. കൊമ്പനൊക്കെ പോകുന്നുണ്ട്. ഗൈസ് അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യുക, നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ 2 അക്കൗണ്ട് ഫോളോ ഒക്കെ ചെയ്യുക, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ട്, ലൈക്ക് ചെയ്യുക. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഈ സൈഡിൽ കാണുന്ന നമ്മുടെ നമ്മളന്ന് ടിപ്പർ ലോറി എടുത്ത ആ ഒരു വീടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പം ബൈ.